അതാണ്. മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരപ്പൻ സ്വന്തം മകനെ വിളിച്ചിട്ട് 200 വർഷം പഴക്കമുള്ള ഒരു വാച്ച് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ടൗണിലുള്ള സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയിട്ട് എത്ര രൂപ ലഭിക്കുമെന്ന് അന്വേഷിക്കുക. മകൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, 10,000 രൂപ തരാമെന്ന് കടക്കാരൻ പറഞ്ഞു. അപ്പൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതൊരു പണയക്കടയിൽ കൊണ്ടുപോയി കൊടുത്ത് എത്ര രൂപ ലഭിക്കുമെന്ന് നോക്കുക. മകൻ തിരിച്ചു പറഞ്ഞു, വെറും 3 രൂപയെ ലഭിക്കുമുള്ളൂ അപ്പായെന്ന്. അപ്പോൾ അപ്പൻ അവനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൗണിൽ പുരാവസ്തു ശേഖരണം നടത്തുന്നൊരു കടയുണ്ട്, അവിടെ ഒന്ന് കൊണ്ടുപോയിട്ട് എത്ര രൂപ ലഭിക്കുമെന്ന് അന്വേഷിക്കാൻ. പുരാവസ്തു ശേഖരണ കടക്കാര് 200 വർഷം പഴക്കമുള്ള വാച്ച് കണ്ട സന്തോഷത്തിൽ പറഞ്ഞു, 1,70,000 രൂപ വില തരാമെന്ന്. സന്തോഷത്തോടെ കുതിച്ചു ചാടി മരണക്കിടക്കയിൽ കിടക്കുന്ന അപ്പനെ ഇത് അറിയിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു, മകൻ ഇതിൽ നിന്നൊരു പാഠം പഠിക്കണം. നിന്റെ വില നീ ആയിരിക്കുന്ന സ്ഥലത്തുള്ളവർ നിനക്ക് നൽകുന്നത് പോലെ ഇരിക്കും. നിന്റെ കഴിവിന്, നിന്റെ അറിവിന്, നിന്റെ സാമർത്ഥ്യത്തിന് വില ലഭിക്കാത്ത സ്ഥലത്തൊരിക്കലും നീ നിൽക്കരുത്. നീ കാണുന്ന ഓരോ വ്യക്തികൾക്കും അവർക്ക് അർഹമായ ബഹുമാനം നീ നൽകുകയും അതുപോലെ നിനക്ക് അർഹമായ ബഹുമാനം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുക. ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ജസ്റ്റ് വാക്ക് ഔട്ട്. ഇത് നമുക്ക് ഓരോരുത്തർക്കും നല്ല ഒരു പാഠമാണ്.